ലഡാക്കിലെ സംഘർഷത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ്. പ്രകോപന പ്രസംഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ലഡാക്ക് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഈ ലഡാക്കിലെ വലിയ പ്രക്ഷോഭം നടന്നതിന് 2 ദിവസത്തിന് ശേഷമാണ് ഈ സോനം വാങ്ചുക്, പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകനായ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലഡാക്ക് പോലീസാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ ലഡാക്ക് ഭരണകൂടവും നേരത്തെ തന്നെ ഈ പ്രക്ഷോഭത്തിന്റെ സൂത്രധാരൻ ഈ സോനം വാങ്ചുക്കിന്റെ പ്രസംഗങ്ങളായിരുന്നു നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഈ അറബ് വസന്തം, ഒപ്പം തന്നെ നേപ്പാളിലെ ജെൻസി പ്രക്ഷോഭം തുടങ്ങിയ കാര്യങ്ങളിൽ ഊന്നി ഈ സോനം വാങ്ചുക്ക് തന്റെ സമരവേദിയിൽ വലിയ പ്രസംഗം നടത്തിയിരുന്നു. ഇതാണ് അവിടുത്തെ യുവാക്കളെയും ആളുകളെയും പ്രകോപിപ്പിച്ചത് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെ ആദ്യം CBI സോനം വാങ്ചുക്കിന്റെ NGOയ്ക്കെതിരെ അന്വേഷണം നടത്തിയിരുന്നു. അത് വിദേശ ധനസഹായം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണം നടത്തിയത്. അതിന് പിന്നാലെ EDയും ഫെമ ലംഘനം ചൂണ്ടിക്കാട്ടി സോനം വാങ്ചുക്കിനെതിരെ അന്വേഷണം തുടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്നത്തെ ഈ പ്രക്ഷോഭത്തിന്റെ ഉത്തരവാദി സൂത്രധാരൻ ഈ സോനം വാങ്ചുക്ക് ആണെന്ന് ആരോപിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ സംഭവം നടന്ന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് നടപടി. ലേയിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അന്ന് ഈ പ്രക്ഷോഭം നടന്ന ദിവസം ഈ വൈകിട്ട് 4 മണിയോടെ ഈ കേന്ദ്ര സേനകൾ പൂർണ്ണമായിട്ടും നിയന്ത്രണം ഏറ്റെടുത്തുവെങ്കിൽ പോലും അന്ന് പ്രക്ഷോഭം അടിച്ചമർത്താൻ സഹായിക്കാതെ ഈ സമരം അവസാനിപ്പിച്ച് സോനം വാങ്ചുക്ക് സ്വന്തം ഗ്രാമത്തിലേക്ക് പോയി എന്ന് ഒരു ആരോപണമായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയത്. പക്ഷേ ഈ പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ അന്ന് നടത്തിയ ഈ സമരത്തിനിടയിൽ നടത്തിയ പ്രസംഗമാണെന്ന് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ ലഡാക്കിലെ ഭരണകൂടവും ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അതിലാണ് കേസെടുത്തത്. ആ കേസെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റും ഉണ്ടായിരിക്കുന്നത്.